ഒരു 10-12 വർഷം മുമ്പ് ഞാൻ ഒരു ഡിസൈൻ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഒരു സീനിയർ ഫാക്കൽറ്റി ഓഫ് ഡിസൈൻ ഒരു പ്രൊഫസി നടത്തി. അദ്ദേഹം അന്ന് പറഞ്ഞു, വളരെ പതുക്കെ ഇൻറ്റീരിയർ സ്പേസുകളിൽ നമുക്ക് പരിചിതമായ ഫ്ലവേഴ്സ്, ക്യൂരിയോസ് ഇവയെല്ലാം അടുക്കളകളിലേക്ക് ചേക്കേറും. മെൽറ്റിംഗ് പോയിന്റ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. യൂഷ്വലി ഒരു രാജ്യത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഇമിഗ്രൻസ് മൈഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സംസ്കാരവും ആ രാജ്യത്തിൻ്റെ സംസ്കാരവും ചേർന്നുകൊണ്ട് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുന്ന പോലെ തന്നെയാണ് ഭാവിയിലെ കിച്ചൺ ഡിസൈൻസ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാൻട്രി അന്ന് അദ്ദേഹം പ്രവചിച്ച ഒരു ട്രാൻസ്ഫോംഡ് കിച്ചണാണ്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പല മലയാളികളും യാത്രകൾ കഴിച്ച് തിരിച്ചു വരുന്നത് ഒരുപാട് ക്യൂരിയോസുകളും കിച്ചൺ ആക്സസറീസുകളുമായിട്ടാണ്. പക്ഷെ ഒരു ഡിസൈനറോട് സംസാരിച്ചുകൊണ്ട് അവയെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ് സ്പേസായി നമ്മുടെ പാൻട്രീസും കിച്ചൺസും എല്ലാം ട്രാൻസ്ഫോം ചെയ്യുന്നത്. എത്രമാത്രം ഡീറ്റെയിലിംഗ് നിങ്ങളുടെ ഡിസൈനർക്ക് പറഞ്ഞു കൊടുക്കാമോ അത്രയും നിങ്ങളുടെ കിച്ചൺ ഭംഗിയാവും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇൻബിൽ ഫ്രിഡ്ജാണോ സ്റ്റാൻഡ് അലോൺ ഫ്രിഡ്ജാണോ നല്ലത്? പക്ഷേ പലപ്പോഴും ഒരു യൂസർ സെൻട്രിക് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ആ യൂസറിൻ്റെ നീഡ്സ് അറിയേണ്ടി വരും. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒരുപാടുള്ളതാണോ, നിങ്ങളുടെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് അടച്ചിട്ടിട്ടാണോ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഫിൽറ്റർ ചെയ്താണ് നമ്മളൊരു ഫ്രിഡ്ജ് ഇൻബിൽഡ് ആണോ സ്റ്റാൻഡ് അലോൺ ആണോ വേണ്ടതെന്ന് അറിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ടോൾ ക്യാബിനറ്റ്സിനകത്ത് മിക്കവാറും ഇപ്പോൾ നമ്മുടെ പഴയ കിച്ചൺസിലൊക്കെ കൂടുതലും പുൾ ഔട്ട്സ് ആണ്, വലിയ സ്റ്റീലിൻ്റെ പുൾ ഔട്ട്സ്. ഈ ഒരു സിസ്റ്റംസ് ഇപ്പോൾ ഇൻറ്റേർണൽ ഡ്രോവേഴ്സ് നോക്കിയപ്പോൾ കുറച്ചും കൂടി നീറ്റും സ്റ്റോറേജ് സെഗ്രിഗേഷനും എല്ലാം എളുപ്പം ഈ ഇൻറ്റേർണൽ ഡ്രോവേഴ്സാണ്. ഇതാകുമ്പോൾ ഇതിന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇനി ഒരു ചാനലിനൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നാൽ പോലും ആ ഒരെണ്ണം മാത്രം മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ് ബേസിക്കലി. അപ്പോൾ മെയിൻ്റനൻസ് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആ ഒരു ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇൻറ്റേർണൽ ഡ്രോവേഴ്സാണ് പലപ്പോഴും ടോൾ ക്യാബിനറ്റ്സിനേക്കാൾ കുറേ കൂടി, ടോൾ പാൻട്രി പുൾ ഔട്ട്സിനേക്കാൾ കുറേ കൂടി നല്ലതെന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്ലേറ്റ്സും താലി പ്ലേറ്റ്സ്, ബാസ്ക്കറ്റ്സ് ഒക്കെ പല പല സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അതെല്ലാം സ്റ്റീലിൻ്റെ ആണ്. സ്റ്റീലിൻ്റെ ഒക്കെ എത്ര വാറണ്ടി പല കമ്പനികളും പറയുന്നുണ്ടെങ്കിലും 2 വർഷത്തിൽ കൂടുതൽ തുരുമ്പിന് പലതിനും റസ്റ്റിന് വാറണ്ടി ഉണ്ടാവില്ല. അപ്പോൾ അതറിയാമല്ലോ, കമ്പനീസ് എല്ലാം അങ്ങനെയാണ്, എല്ലാം തുറന്നു പറഞ്ഞൊന്നും വരില്ല. പക്ഷേ ഇപ്പോൾ ഇതുപോലുള്ള ഓർഗനൈസേഴ്സാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഈ റസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ട് പേടിക്കേണ്ട. ഇത് കുറേ കൂടി നീറ്റുമാണ്. ഇപ്പോൾ ആ ഒരു സ്റ്റിക്കൊക്കെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിതിലിപ്പോൾ പ്ലേറ്റ്സ് ആണെങ്കിൽ പ്ലേറ്റ്സ് വെക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ സോസ് പോട്ട്സ് ആണെങ്കിൽ അത് ചെയ്യാം, സൂപ്പ് ബോൾ ഓർഗനൈസേഴ്സ് ആണെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടി നീറ്റായിട്ടുള്ള പ്രോഡക്ട്സ് ഇതുപോലുള്ള ഓർഗനൈസേഴ്സാണ്. ഇതാണ് ഒരു സിങ്കിൻ്റെ താഴെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല ഡിസൈനേഴ്സും ഇതിൻ്റെ താഴെ വെറുതെ ഒരു ഡമ്മി വെച്ച് അടച്ചു കളയും. അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം സിങ്കിൻ്റെ താഴത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം കഴിഞ്ഞുള്ള സ്പേസിൽ ഇത് കൃത്യമായിട്ട് അത് ചേർന്നിരുന്നോളൂ. അപ്പോൾ അതിൽ നമുക്ക് ഡിറ്റർജൻസ് എല്ലാം വെക്കാം ക്ലീൻ ആയിട്ട്. അപ്പോൾ സിങ്കിൻ്റെ മുകൾ ഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും. അതുപോലെ താഴെ വേസ്റ്റ് ബിൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സെഗ്രിഗേഷൻ ആ ഒരു വേസ്റ്റിൻ്റെ ഇപ്പോൾ കിച്ചണിൽ തന്നെ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ പലരും 3 ബിൻസ് വെക്കാറുണ്ട്. ഒരെണ്ണം ഫുഡ് വേസ്റ്റ്, ഒരെണ്ണം ഓർഗാനിക് വേസ്റ്റ്, ഒരെണ്ണം പ്ലാസ്റ്റിക് പോലുള്ള ഫുഡിൻ്റെ പാക്കറ്റ്സ് ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക്സ്, അത് കളയാനായിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്നത്. പിന്നെ എല്ലാം കുറേ എംപ്റ്റി ഡ്രോവേഴ്സ് നമ്മൾ എപ്പോഴും കൊടുത്തിടണം. കാരണം നമ്മൾ ഈ ഓർഗനൈസേഴ്സ് വെച്ച് മാത്രമല്ല ഫില്ല് ചെയ്യേണ്ടത്. എംപ്റ്റി ഡ്രോവേഴ്സ് ആകുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങനെയൊക്കെയുള്ള ആക്സസറീസ് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം. കോർണർ യൂണിറ്റ്സ് ഞാൻ അധികം
അങ്ങനെ നമ്മുടെ ഇപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാം, വ്യൂവേഴ്സിന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒരുപാടൊന്നും നമ്മളങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല, കൂടുതലും നോർമൽ ഷെൽഫുകൾ വെക്കാറുള്ളത്. പക്ഷേ ഓഫ് കോഴ്സ് ഇത് അൾട്ടിമേറ്റ്ലി ഇത് കസ്റ്റമറുടെ ഒരു ചോയ്സ് ആയതുകൊണ്ട് തന്നെ ചില ക്ലയൻസിന് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ അതുകൊണ്ട് അത് വെച്ചിരിക്കുന്നത്. ഡിസൈൻസ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം തന്നെ യൂസേഴ്സ് സെൻട്രിക് ആണ്. അതായത് ഒരാൾക്ക് പലപ്പോഴും യോജിക്കുന്ന ഡിസൈൻ ആയിരിക്കില്ല വേറൊരാൾക്ക് യോജിക്കുന്നത്. കാരണം മനുഷ്യർ വ്യത്യസ്തരായതുകൊണ്ട് അവരുടെ ഹാബിറ്റ്സും അവരുടെ മൂഡ് സ്വിങ്സും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ കളർ സ്കീംസ് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കിച്ചൺസ് എപ്പോഴും ഞാൻ പറയുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈനറോട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എങ്ങനെയാണ്, ഞങ്ങളുടെ മൂഡ് സ്വിങ്സ് എങ്ങനെയാണ്. ഇപ്പോൾ ഇത് തന്നെ നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ ചില കിച്ചൺസിൽ സെർവൻസ് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു സെർവൻ്റ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ ഉണ്ടെങ്കിൽ അയാൾക്കൊരു 5 അടി ഹൈറ്റ് ഉള്ളതെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് താഴ്ത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അയാൾക്ക് കൂടി പറ്റുന്ന രീതിയിൽ കണ്ടത്. ഇപ്പോൾ പകുതി വെച്ച് നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഈ ഒരു മൾട്ടി സ്റ്റോപ്പ് പൊസിഷനിങ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കിച്ചൺ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആ ഒരു ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് നമുക്കുണ്ടാവും. കാരണം നമ്മുടെ പ്രോബ്ലംസിനെ ആ ഡിസൈനർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിന് കൃത്യമായ സൊല്യൂഷൻസും ആ ഡിസൈനറുടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അപ്ലയൻസ് സെലക്ഷനും. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻഡക്ഷനാണ്, അത് ഇൻബിൽഡ് ഇൻഡക്ഷനാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻബിൽഡ് ഇൻഡക്ഷൻ ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് കൺസ്ട്രെയിൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഇൻബിൽഡ് ഇൻഡക്ഷൻ ഉപയോഗിക്കാം. പക്ഷേ ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കിച്ചൺ ആണെങ്കിൽ ഇൻബിൽഡ് ഇൻഡക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സ്പേസിലോട്ട് കൂടുതൽ കൺജഷൻ ആഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള കിച്ചൺസിൽ നോർമൽ സ്റ്റാൻഡ് അലോൺ ഇൻഡക്ഷൻസ് തന്നെയാണ് നല്ലത്. യൂസർ സെൻട്രിക് ആയിട്ടുള്ള ഡിസൈൻസ്, അതാണ് ബേസിക്കലി ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഇപ്പോൾ കുറച്ച് കുറവായിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. എനിവേ, see you guys there. I'm Shia Sulid, Kitchenoscope Kochi. Thank you for watching our videos.